മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കാശ്മീരിലെ ശ്രീനഗറിലാണുള്ളത്. കാശ്മീരിലെ ശ്രീനഗറിലെ ലാൽ ചൗക്കിനെയും രാജ്ബാഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ഫുട് ബ്രിഡ്ജ്. എൻ്റെ പിറകിൽ കാണുന്ന അതിമനോഹരമായ റിവറാണ് ജഹലീം റിവർ. ജഹലീം റിവർ എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലാവില്ല. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് സിന്ധു നദി. സിന്ധുവിൻ്റെ പോഷക നദിയായ ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. അതിലെ ഒരു പോഷക നദിയാണ് ഈ ഒരു പിറകിൽ കാണുന്ന ഝലം നദി. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 725 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത്. ഈ നദി നേരെ ഒഴുകി പോകുന്നത് ആസാദി കാശ്മീരിലോട്ടും അതിനുശേഷം പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള പഞ്ചാബിലോട്ടും പിന്നീട് അത് വീണ്ടും ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള പഞ്ചാബിലുമായി എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ശ്രീനഗറിൻ്റെ മെയിൻ ഹോട്ടലുകളുള്ള ഒരു ഏരിയയാണ് രാജ്ബാഗ്. ശ്രീനഗറിൻ്റെ മെയിൻ സിറ്റിയാണ് ആ പിറകിൽ കാണുന്ന ലാൽ ചൗക്ക് ഏരിയ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഈ ഒരു ഫുട് ബ്രിഡ്ജ് വരുന്നത്. താഴെ ഈ കാണുന്നതെല്ലാം തന്നെ ഹൗസ് ബോട്ടുകളാണ്. ഹൗസ് ബോട്ടുകളെല്ലാം സ്റ്റേ ചെയ്യുന്ന ഹൗസ് ബോട്ടുകളും അവരുടെ വീടുകളൊക്കെയാണ്. അപ്പോൾ പലരും ശ്രീനഗറിൽ വന്നവർ ശ്രീനഗറിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന ഈ റിവർ പലരും കണ്ടിട്ടുണ്ടാകും. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയില്ല പലർക്കും. അപ്പോൾ ഈ റിവർ നേരെ ഒഴുകി ചെല്ലുന്നത് പാകിസ്ഥാനിലോട്ടാണ് ഒഴുകി ചെല്ലുന്നത്. വീണ്ടും നമ്മുടെ ഇന്ത്യയിലോട്ട് തന്നെ വീണ്ടും കയറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.